ഹായ് ഹലോ വെൽക്കം ടു DH വ്ളോഗ്സ്. നമ്മുടെ ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളുകളായി. ശരിക്കും പറഞ്ഞാൽ സമയം ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ കാരണം തന്നെ നമ്മുടെ കുട്ടികളുടെ +2 റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് കരിയർ ഓപ്റ്റ് ചെയ്യണം, എവിടെ പോയി പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെയുള്ള ഒരു എന്താ പറയണ്ട എലാമിലേക്ക് നിൽക്കുന്ന സമയമായിരിക്കും. പക്ഷേ എല്ലാവരും അല്ല കേട്ടോ, കൂടുതൽ പേരും ഇപ്പോൾ എന്താ പറയണ്ടേ, എല്ലാവരും ഒരു ക്ലിയർ ഐഡിയ ഒക്കെ ഉള്ള കുട്ടികളാണ്. ഫ്യൂച്ചർ എന്ത് ചെയ്യണം, എന്താകണം എന്നൊക്കെ നല്ല ഐഡിയ ഉള്ള കുട്ടികളായിരിക്കും. ബിഫോർ റിസൾട്ടിന് മുന്നേ തന്നെ, ബിഫോർ റിസൾട്ട് കംസ് അവരെല്ലാവരും എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഉള്ള ഐഡിയയിൽ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാകും. എന്നിരുന്നാലും കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ഒരു ഡയലാമ സ്റ്റേറ്റിൽ നിൽക്കുന്നവരായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്, പണ്ടൊക്കെ ഞങ്ങളുടെ സമയത്തൊക്കെ റിസൾട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. റിസൾട്ട് വന്നതിന് ശേഷമാണ് ആലോചിക്കുന്നത് എന്ത് ചെയ്യണം, ഏത് കോഴ്സ് എടുത്ത് പഠിക്കണം, ഏത് പഠിച്ചാലാണ് നല്ലതെന്നൊക്കെ. അപ്പോഴായിരിക്കും നമ്മുടെ പാരൻസും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. എൻ്റെയൊക്കെ ഒരു സമയം എന്ന് പറയുമ്പോൾ പാരൻസിനൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിയർ ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ എന്തുകൊണ്ട് നഴ്സിംഗ് എടുത്തു എന്ന് ചോദിച്ചാൽ എനിക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും, ഇതൊരിക്കലും എൻ്റെ ഡിസിഷൻ ആയിരുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ ഡിസിഷനും ആയിരുന്നില്ല. ആയിരിക്കും എൻ്റെ പാരൻസിനോട് പറഞ്ഞു നഴ്സിംഗ് ഒക്കെ എടുത്ത് പഠിച്ചാൽ കുട്ടിക്ക് ഫ്യൂച്ചറിൽ ജോലിയൊക്കെ കിട്ടും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനും കരുതി, ജോലി കിട്ടുമല്ലോ, നമുക്ക് ജോലിയല്ലേ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയൊക്കെയാണ് ഞാൻ നഴ്സിംഗ് ഒക്കെ എടുത്ത് പഠിച്ചത്. അതൊരു 100% ശരിയായിട്ടുള്ള ഓപ്ഷൻ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇന്നും ഞാൻ എൻ്റെ കരിയറിൽ ഓക്കെ ആണോ എന്ന് ചോദിച്ചാലും അതിനും എനിക്കൊരു ക്ലിയർ ആൻസർ ഇല്ല. സോ ഇൻ ഫ്യൂച്ചർ നിങ്ങളും അങ്ങനെ ഒരു ക്ലിയർ ആൻസർ ഇല്ലാതെ നിൽക്കേണ്ടി വരരുത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ പാരൻസിനോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുവരയ്ക്കും കരിയർ ചൂസ് ചെയ്യാതെ നിൽക്കുന്ന കുട്ടികളോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലാദ്യം പാരൻസിനോടാണ്. ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ടാവും. നമ്മുടെ കുട്ടിയെ പോലീസ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി അഡ്വക്കേറ്റ് ആവണം, നമ്മുടെ കുട്ടി എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നൊക്കെ അല്ലേ. പക്ഷേ നമ്മൾ ആ ഇഷ്ടങ്ങൾ ഒരിക്കലും കുട്ടിയുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് നിങ്ങളുടെ കുട്ടിക്ക് എന്താകണം എന്ന് ആഗ്രഹമുണ്ടോ അത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എൻ്റെ കുട്ടീൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ്സ് എനിക്കില്ലേ എന്ന്. അഫ്കോഴ്സ് ഉണ്ട്, എല്ലാ പാരൻസിനും ഉണ്ട്. അവരവരുടെ കുട്ടികളെ നല്ല രീതിയിൽ ഒരു റൈറ്റ് വേ കാണിച്ചു കൊടുക്കാൻ, ശരിയായിട്ടുള്ള പാത കാണിച്ചു കൊടുക്കാനുള്ളത് എല്ലാ പാരൻസിൻ്റെയും കടമയാണ്. എന്ന് കരുതി ആ കുട്ടിയുടെ ലൈഫ് എന്താകണം, ആ കുട്ടി എന്ത് വേണം, എങ്ങനെ ഒരു ഫ്യൂച്ചർ എനിക്ക്, അല്ലെങ്കിൽ എങ്ങനെ ഒരു കരിയർ ഞാൻ ചൂസ് ചെയ്താൽ എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് സാറ്റിസ്ഫൈ ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് ഒബ്വിയസ്ലി ആ കുട്ടിയുടെ ആഗ്രഹമായിരിക്കണം. അപ്പോൾ കുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. ഒരിക്കലും അത് നിങ്ങളുടെ സജഷൻസ് എന്നതിലുപരി നിങ്ങളുടെ എന്താ പറയണ്ടേ തീരുമാനങ്ങളായിരിക്കരുത്. നിങ്ങളുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കുകളായിരിക്കരുത്. ഇപ്പോൾ ചില കുട്ടികൾ പറയും എനിക്ക് ഡോക്ടർ ആവണം. പക്ഷേ നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും നീറ്റൊക്കെ പാസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഡോക്ടർ ആകാം, MBBSൻ്റെ സീറ്റൊക്കെ ഓപ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു MBBSൻ്റെ സീറ്റ് കിട്ടാനുള്ള ഒരു ഇൻ്റലിജൻസ് ഒന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ല. അല്ലെങ്കിൽ നീറ്റിൻ്റെ പ്രിപ്പറേഷന് ഒത്തിരിയും പൈസ കൊടുത്ത് നമുക്ക് കുട്ടിയെ പഠിപ്പിക്കാൻ വിടാനുള്ള സാഹചര്യമായിരിക്കത്തില്ല. സോ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാനും കുട്ടിക്ക് ശരിയായിട്ടുള്ള പാതകൾ തെളിയിച്ചു കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സജഷൻസ് കൊടുക്കാം. ഒരിക്കലും കുട്ടിയെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കുകളായിരിക്കരുത് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ കുട്ടിക്ക് ഒരു MBBSന് പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് നീറ്റ് പ്രിപ്പറേഷനൊന്നും വിടാനുള്ളൊരു സാഹചര്യമല്ല. അങ്ങനെയെങ്കിൽ പോലും നമുക്ക് മാക്സിമം നമ്മുടെ കുട്ടിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂട്ടോറിയൽസ് ഉണ്ടാവും, അതൊക്കെ നോക്കി കുട്ടിയെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനൊരു ഹെൽപ്പ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ കുട്ടിക്ക്, നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും എൻ്റെ പാരൻസിനൊരു ബാധ്യത ആകരുത് എന്നുള്ളൊരു തോന്നൽ കുഞ്ഞിനുണ്ടാകും. അപ്പോൾ നമ്മളും കുട്ടിയെ മനസ്സിലാക്കണം. അതുപോലെ കുട്ടികളും പാരൻസിൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ചില കുട്ടികളുണ്ട്, എൻ്റെ ഫ്രണ്ട് ഇന്ന സ്ഥലത്ത് പഠിക്കാൻ പോകുന്നു, ഇന്ന കോഴ്സിന് പഠിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നു. ആ ഓപ്ഷൻസ് നിങ്ങൾ ഒരിക്കലും വെക്കരുത്. കാരണം നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഇഷ്ടങ്ങളാകരുത് ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ. നിങ്ങൾക്ക് എന്താകണമെന്നുള്ളത്
എപ്പോഴും നിങ്ങളുടെ തീരുമാനങ്ങളായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ നഴ്സിംഗ് പഠിക്കാൻ ഇഷ്ടമായിരിക്കും, അങ്ങനെ ആ കുട്ടി നഴ്സ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയായിരിക്കും. ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗ് എന്നൊരു പറയുന്ന ഒരു കരിയർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലും നിങ്ങൾ തീരുമാനിക്കുന്നത് എന്താ, എൻ്റെ ഫ്രണ്ട് പോകുന്നു, അവൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, ഞാനും പോകാം. അങ്ങനെ പോകരുത്. കാരണം അങ്ങനെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടി നിങ്ങളവിടെ നിങ്ങളുടെ കരിയർ ഓപ്റ്റ് ചെയ്യുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതൊരു തെറ്റായ തീരുമാനമെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് വൈകിട്ടുണ്ടാകും. അപ്പോൾ എത്രയോ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പഠിച്ച ജോലിയല്ല ഞാൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അതൊരിക്കലും നിങ്ങളുടെ തീരുമാനം ആയിരുന്നിരിക്കില്ല. ആരോ പറഞ്ഞു ഈ കോഴ്സ് പഠിച്ച ജോലി കിട്ടും, അല്ലെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. സോ ഞാൻ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായി, ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഇതായിരുന്നില്ല ഞാൻ ചൂസ് ചെയ്യേണ്ട കോഴ്സ്, അല്ലെങ്കിൽ ഇതായിരുന്നില്ല, ഇങ്ങനെ ഒരു ജോലി ആയിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത് എന്ന് മനസ്സിലായ നിമിഷം നമ്മുടെ കരിയർ നമ്മൾ മാറ്റുന്നു. പിന്നെയും അവിടെ എന്തോ പ്രശ്നം, നമ്മൾ പഠിച്ച ജോലി നമ്മൾ ചെയ്യുന്നുമില്ല, നമ്മൾ കിട്ടുന്ന ജോലി എന്തെങ്കിലും മനസ്സിനെ തൃപ്തിപ്പെടുത്തി ചെയ്യേണ്ട, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫ്യൂച്ചർ അങ്ങനെ നമ്മൾ ലീഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാകും. സോ ഇൻ ഫ്യൂച്ചർ ലൈഫ് ലോങ് നമ്മൾ കിട്ടുന്ന ജോലി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകരുത്. ഒരു കരിയർ ചൂസ് ചെയ്യുന്നതിന് മുൻപ് 9 വട്ടം നിങ്ങൾ ആലോചിക്കണം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണോ, അല്ലെങ്കിൽ ഈ കരിയർ അല്ലെങ്കിൽ ഈ കോഴ്സ് ഞാൻ പഠിച്ചാൽ ഇൻ ഫ്യൂച്ചർ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ജോലി എനിക്ക് കിട്ടുമോ, ആ ജോലി എനിക്ക് 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ പറ്റുമോ, ഇൻ ഫ്യൂച്ചർ ഞാൻ ഹാപ്പിയായി ഇരിക്കുമോ ആ ജോലിയിൽ. ഇതെല്ലാം ആലോചിച്ച് വേണം നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ. എൻ്റെ ഫ്രണ്ട് പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് പറയുന്നു, എൻ്റെ പാരൻസ് നിർബന്ധിക്കുന്നു. ഒത്തിരി കുട്ടികൾ ഞാൻ ടീച്ചിങ് ഫീൽഡിൽ ഇരിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, വൈ ഡിഡ് യു ചൂസ് ദിസ് കോഴ്സ് എന്ന് ചോദിച്ചാൽ പറയും, ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ പാരൻസ് ഫോഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നുണ്ട്. കാരണം ഒരിക്കലും പാരൻസിൻ്റെ ചിലപ്പോൾ ഓഫ്കോഴ്സ് ചില പാരൻസ് നിർബന്ധിച്ച് വിട്ടിട്ട് കുട്ടി ചിലപ്പോൾ പിന്നീട് ആ കോഴ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ ഇഷ്ടപ്പെട്ട് പിന്നെ ഓക്കെ ആകുന്നുണ്ടാവാം. എന്നാലും ചില കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യാതെ തന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അവർ അക്സെപ്റ്റ് ചെയ്യാതെ തന്നെ ആ കോഴ്സ് റിലേറ്റഡ് ജോബ് ചെയ്യേണ്ടി വരും. അവരുടെ ഫ്യൂച്ചർ തന്നെ എപ്പോഴും അവർക്ക് അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട ജോലി അല്ലല്ലോ ഞാൻ ചെയ്യുന്നതെന്നുള്ള ഒരു മനസ്താപം എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ഒരു പാരൻസും നിങ്ങളുടെ മക്കളെ തള്ളിവിടരുത്. അതുപോലെ കുട്ടികളും നിങ്ങൾക്ക് ഇഷ്ടമില്ല ഒരു കോഴ്സ് പഠിക്കാനെങ്കിൽ അത് ആര് പറഞ്ഞാലും എനിക്ക് വേണ്ടമ്മ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട അച്ഛാ, ഈ കോഴ്സ് പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇന്ന ഫീൽഡിൽ പോകാനാണ് താല്പര്യം, അതിലെന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എന്നോടൊന്ന് അന്വേഷിച്ച് പറയൂ, അല്ലെങ്കിൽ അതിലെനിക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള കോഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നോക്കണം. ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് പഠിപ്പിക്കാൻ നിങ്ങളുടെ പാരൻസിന് അവർക്ക് ആഗ്രഹമുണ്ടാവും, പക്ഷേ അവർക്ക് അതിനുള്ള സാമ്പത്തികമായി അവർ അതിനെ തയ്യാറാണോ എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കണം. എല്ലാ കുട്ടികളോടും കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില കോഴ്സുകൾ നിങ്ങളെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ പാരൻസിന് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്ന് മാറ്റി ചിന്തിക്കാം. ഈ പ്രായത്തിൽ നിങ്ങൾ മാറ്റി ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചിട്ട് നമ്മുടെ പാരൻസിന് കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു കോഴ്സ് ദയവ് ചെയ്ത് തീരുമാനിക്കണം, നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞ് റോങ് ഡിസിഷൻ എടുക്കുകയോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അവർ പോകുന്നു അങ്ങനെ ഒരു കോഴ്സ് പഠിക്കാൻ അത്രയും വലിയ യൂണിവേഴ്സിറ്റിയിൽ അവർ പോകുന്നു, അല്ലെങ്കിൽ അബ്രോഡ് പോകുന്നു എനിക്കും പോകണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പേരൻസിനെയൊക്കെ ത്രെഡൻ ചെയ്യുന്ന ചില കുട്ടികളുണ്ട്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ പാരൻസിൻ്റെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ കരിയർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒത്തിരിയും ലോണും ബാധ്യതകളും എടുത്ത് തലയിൽ വെച്ചാൽ, എഡ്യൂക്കേഷൻ ലോൺ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിളായിട്ടിരിക്കും ഇപ്പോൾ പഠിക്കുന്ന സമയത്ത്, പക്ഷേ അങ്ങനെ ഒരു വലിയൊരു ബാധ്യത എടുത്ത് തലയിൽ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫ്യൂച്ചറിൽ ഒരു ബേർഡനായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇഫ് യു ഹാവ് എ ക്ലിയർ ഐഡിയ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾ 100% അഷ്വേർഡ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഒരു എഡ്യൂക്കേഷൻ ലോണൊക്കെ ഓപ്റ്റ് ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ ശരിക്കും നമ്മുടെ ലിമിറ്റേഷനിലകത്ത് നിന്നുകൊണ്ട് നമുക്കൊരു ബെറ്റർ കരിയറിൽ എവിടെ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു കരിയർ ഓപ്റ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. സോ ഡിയർ പാരൻസ്, ഡോണ്ട് ഫോഴ്സ് യുവർ ചൈൽഡ്
ടു ചൂസ് എ കരിയർ. നിങ്ങളെപ്പോഴും അവരുടെ ഇഷ്ടം കൂടെ മാനിക്കുക. അതുപോലെ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ പറയുന്നു പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടോ പറയുന്നു എന്ന് പറഞ്ഞ് ഒരു കരിയർ ചൂസ് ചെയ്യാതിരിക്കുക. എപ്പോഴും പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവരുടെ ലിമിറ്റേഷനിൽ നിന്നിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ കരിയർ നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക. സോ ദിസ് ഈസ് മൈ കൈൻഡ് അഡ്വൈസ് ടു ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്, അതുപോലെ പാരൻസിനും. സോ ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്കായി എത്തിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സോ കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു എന്നോട്, നഴ്സിങ്ങും അല്ലെങ്കിൽ MBBS അല്ലാതെ ഈ രണ്ടും പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് മെഡിക്കൽ ഫീൽഡിൽ തന്നെ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സസ് കുറച്ച് ഗൈഡ് ചെയ്യാവോ, ഹെൽപ്പ് ചെയ്യാവോ, പറഞ്ഞു കൊടുക്കാവോ എന്നൊക്കെ. സോ ഒരുപാട് അലൈഡ് ഹെൽത്ത് കോഴ്സസ് ഉണ്ട്, പാരാമെഡിക്കൽ കോഴ്സസ് ഒക്കെ ഉണ്ട്. സോ നമ്മുടെ അപ്കമിങ് വീഡിയോസിലൂടെ ഞാൻ ആ കോഴ്സസിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഒരിക്കലും വൈകത്തില്ല, വെരി ഷോർട്ട്. ഞാൻ പെട്ടെന്ന് തന്നെ ഇനി കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ കോഴ്സസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനുമായിട്ട്. സോ അതിനു മുൻപ് ഇപ്പോൾ മനസ്സിലുള്ള എല്ലാ ഒരു ഡയലാമയും എല്ലാവരും മാറ്റി വെച്ചിട്ട് ഒരു റൈറ്റ് കോഴ്സസ് ചൂസ് ചെയ്യുന്നതിന് വേണ്ടി ആലോചിക്കുക, റൈറ്റ് കോഴ്സ് ചൂസ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.